ഒരു രക്ഷിതാവ് അവരുടെ മകനെ കുറിച്ചുള്ളതാണ്. എൻ്റെ 4.5 വയസ്സായ മകൾ എൻ്റെ ഒരു ബന്ധുവായ ഒരു യുവാവ് വരുന്നതും അവനുമായി സംസാരിക്കാനും ഒരുപാട് ഇഷ്ടപ്പെടുന്നു. എന്തെങ്കിലും ആവശ്യത്തിന് അവൻ വരുന്നു എന്നറിഞ്ഞാൽ അവൾ കാത്തിരിക്കും. അവൻ അധികം സംസാരിക്കാറൊന്നുമില്ല, ഇൻട്രാക്ട് ചെയ്യാറൊന്നുമില്ല. മകളുടെ ഈ ഒരു പ്രവർത്തനത്തിൽ ഒരു പേടി തോന്നുന്നു. 4.5 വയസ്സായ ഒരു കുട്ടിയെക്കുറിച്ചാണ് ഈ ഉമ്മ ചോദിക്കുന്നത്. അതെ 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 ഇതിലിപ്പോ ഉമ്മ വിചാരിക്കുന്ന പോലെ ഒരു പ്രശ്നം ഉണ്ടായിക്കൊള്ളുന്നില്ല. കാരണം 4.5 വയസ്സായൊരു കുട്ടി എന്തെങ്കിലും ഒരു അന്യ ആണിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ചില അനുഭൂതി കൊണ്ടാണ് അയാളെ കാത്തിരിക്കുന്നു എന്ന് പറയാൻ തീരെ സാധ്യതയില്ല. വളരെ അപൂർവമായി മാത്രമേ അതിന് സാധ്യത കാണുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വിചാരിക്കുന്നതിൽ അർത്ഥമില്ല. ഇനി അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, നമ്മളുടെ നേർക്ക് നേരെ ബന്ധുവല്ലാത്ത ഒരാൾക്ക് നമ്മുടെ കുട്ടികളിലേക്ക് അമിതമായ സ്വാതന്ത്ര്യം കൊടുക്കുന്നത് എന്തായാലും ശരിയാണ്. അപ്പൊ സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കുക, ഇത്രമാത്രം അറ്റാച്ച്മെന്റ് കാണിക്കുന്ന, ഇയാൾ വരുന്നറിഞ്ഞാൽ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന ഒരു കുട്ടിയെ എങ്ങനെ നമ്മൾ അയാൾ അകറ്റും എന്നാണ്. അത് ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങളൊരു കുട്ടിയോട് ചോദിക്കുകയാണ്, മോനെ നിനക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണെന്ന് ചോദിച്ചാൽ അവന് ഒരാളെയൊക്കെ പറയും. ചിലപ്പോ ഉപ്പാനെ പറയും, ചിലപ്പോ ഉപ്പാനെ പറയും, ചിലപ്പോ ഉമ്മനെ പറയും, ചിലപ്പോ ബ്രദറിനെ പറയും. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവരുടെ താല്പര്യം അനുസരിച്ചുകൊണ്ട് കൂടുതൽ അവരോട് ഇടപെടുന്ന, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്ന, അവർ വിചാരിക്കുന്നത് എന്തും മനസ്സിൽ കണ്ട് നിർവഹിച്ചു കൊടുക്കുന്ന, അവരോടൊപ്പം സഞ്ചരിക്കുന്ന മുതിർന്ന ആളുകൾക്കും ചെറിയ കുട്ടികൾക്കുമുള്ള പരിഗണനയിലൂടെയാണ് അവര് ഓരോരുത്തരുടെ ബന്ധത്തിൽ വീഴുന്നത്. അപ്പോ ഈ കക്ഷി കൊണ്ടുണ്ടാവുന്ന ഒരു സ്വാധീനം ഉണ്ടല്ലോ, അത് നമ്മൾ എന്ത് ചെയ്യുക, ഈ കുട്ടിക്ക് അനുവദിക്കപ്പെട്ട വാപ്പയിൽ നിന്നോ ബ്രദറിൽ നിന്നോ ഒരാളിൽ നിന്ന് ഉണ്ടായാൽ മതി. അവിടെ കൂടെ ആ കുട്ടി എന്ത് ചെയ്യും, അയാളെ വിടും. അത്രേ പ്രശ്നമുള്ളൂ. പിന്നെ അത്തരം ആളുകൾക്ക് നമ്മുടെ വീട്ടിലേക്കുള്ള ആക്സസ് പരമാവധി എന്ത് ചെയ്യുക, ഇല്ലാതാക്കുക. അവർ വരുന്നുണ്ടെന്ന് അറിയുമ്പോൾ കുട്ടീനെ അറിയിക്കാതിരിക്കുക. നമ്മൾ വേണമെങ്കിൽ എന്ത് ചെയ്യുക, കുട്ടീനെ എങ്ങോട്ടെങ്കിലും തൽക്കാലം മാറ്റുക. അങ്ങനെ കുറച്ചൊരു ബന്ധപ്പെടാൻ അവസരം കിട്ടാതെ വരുമ്പോൾ സ്വാഭാവികമായും കുട്ടി മാറും. ഇനി കുട്ടി കുറച്ചൊരു പ്രായമൊക്കെ ആവുന്നതോട് കൂടെ കുട്ടി എന്ത് ചെയ്യും, തീർച്ചയായും അവരിൽ നിന്ന് അകന്നു പോകും. അത്രയും ഈ കുട്ടികൾ നിഷ്കളങ്കരാണ്. അപ്പോ ഇങ്ങനെ ഒരു സംശയത്തിൽ അർത്ഥമില്ല. പക്ഷെ എന്നാലും എന്താണ് ഒരു ഡിസ്റ്റൻസ് അവർ തമ്മിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിന് തെറ്റില്ല. പക്ഷെ അത് കുട്ടിക്കോ അയാൾക്കോ ഒരു പരിക്കേൽക്കാത്ത രൂപത്തിലാകാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് അയാൾ ചെയ്യാറുണ്ട്. പിന്നെ ഈ പ്രായത്തിലുള്ള കുട്ടികൾ സ്വാഭാവികമായിട്ട് അവർ ഓരോ സമയത്ത് ഇപ്പോൾ ഒരാഴ്ച എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഒരാളാണെന്ന് പറയും. പിന്നെ അവരായിട്ട് അറ്റാച്ച്മെന്റ് വരുന്ന വേറൊരാളെ കാണുമ്പോൾ വേറൊരാൾ ഈ സ്ഥാനത്ത് ആ കുട്ടിനെ സ്വാധീനിച്ചാൽ അത് പോകുന്ന പറഞ്ഞു. അതിന്റെ പരിഹാരം അതാണ്. പിന്നെ മാത്രമല്ല ഓരോടൊക്കെ ആ ഒരു സമയത്ത് ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ഒരാളാണെന്ന് പറയും. പിന്നെ കുറെ കഴിഞ്ഞാൽ പറയും എനിക്ക് അയാളെ ഇഷ്ടമല്ല. പിന്നെ അയാളിലുള്ള അട്രാക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ അവര് പറഞ്ഞു അധികമായിട്ട് സംസാരിക്കുന്ന ആളല്ല, പിന്നെ എന്താണ് അതിന്റെ ഒരു അട്രാക്ഷൻ എന്നൊന്ന് മനസ്സിലാക്കിയാൽ മതി. അത് അയാൾ വരുമ്പോ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകാവുന്ന